സ്ഥലം തട്ടിയെടുത്ത ശേഷം മാതാവിനെയും സഹോദരിയെയും ഉപദ്രവിക്കുന്നതായി പരാതി. വിദേശത്ത് ജോലിക്ക് പോകാനായി ലോൺ എടുക്കാനെന്ന് വിശ്വസിപ്പിച്ച് അമ്മയുടെയും സഹോദരിയുടെയും ഒപ്പുവാങ്ങി മരിച്ചുപോയ പിതാവിന്റെ പേരിലുള്ള സ്ഥലം ആധാരം ചെയ്ത് പേരിലാക്കിയ ശേഷം മർദ്ദിക്കുകയും കള്ളക്കേസ് നൽകുന്നതായും പരാതി. സേനാപതി തടത്തിൽ ജനാർദ്ദനന്റെ ഭാര്യ ഓമന, മകൾ മഞ്ജു എന്നിവരാണ് രാജാക്കാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മകൻ രാജീവിനെതിരെ പരാതിയുമായി എത്തിയിരിക്കുന്നത്. മകൻ പുതുതായി നിർമ്മിച്ച ബഹുനില വീടിന് സമീപമുള്ള ഷീറ്റ് മേഞ്ഞ പഴയ വീട്ടിലാണ് ഓമനയും ഭർത്താവ് ഉപേക്ഷിച്ച മകൾ മഞ്ജുവും താമസിക്കുന്നത്. ചെറുപ്പം മുതലേ ഡയാലിസിസ് രോഗിയായ മകളെ കാക്കനാട്ടുള്ള സേവാഭാരതിയുടെ കേന്ദ്രത്തിലാണ് മഞ്ജു ആക്കിയിരിക്കുന്നത്. അവിടെ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവധിക്കാലത്ത് അമ്മയോടൊത്താണ് കുട്ടി കഴിയുന്നത്. കുട്ടി ഇവിടെ താമസത്തിനെത്തിയാൽ കൊന്നുകളയുമെന്ന ഭീഷണിയാണ് രാജീവ് ഉയർത്തുന്നത്. വിദേശത്ത് ജോലിയുണ്ടായിരുന്ന രാജീവ് അമ്മയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നില്ല എന്ന പരാതി യുടെ സമക്ഷം നൽകിയതിൻ പ്രകാരം മാസം 5000 രൂപ അമ്മ ഓമനയ്ക്ക് നൽകണമെന്ന് ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതിൻ പ്രകാരം ഫെഡറൽ ബാങ്ക് രാജാക്കാട് ശാഖയിൽ അമ്മയുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങി അതിൽ ക്യാഷ് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും ആ വിവരം അമ്മ അറിയുകയോ 1 രൂപ പോലും കൈപ്പറ്റുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഓമന പറയുന്നത്. ഓമനയുടെ പേരിൽ ATM കാർഡ് എടുത്ത് പണം പിൻവലിച്ചുകൊണ്ടിരുന്നതും രാജീവായിരുന്നു എന്നാണ് ഓമന പറയുന്നത്. ഈ കേസ് കൊടുത്തിട്ട് ബാങ്കിൽ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ ചോദിക്കുവാണ്, SI എന്നോട് ചോദിക്കുവാണ്, ഈ 10 ലക്ഷം രൂപ കിട്ടിയത് നിങ്ങൾ എന്നാ ചെയ്തെന്ന്. എനിക്ക് 10 ലക്ഷം രൂപ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഈ പാസ്ബുക്ക് 2 ഞാൻ കൊടുത്തപ്പോഴാണ് പറയുന്നത്. എൻ്റെ മകൻ അന്നേരം പറയുക, സാറേ അവർക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല, പൈസ ഇട്ടേക്കുന്ന രാജാക്കാട് ഫെഡറൽ ബാങ്കിലാണ്, അതെങ്ങനെ ഞാൻ അറിയും? അതൊരു ചതിയല്ലേ, എന്നെ കള്ളിയാക്കിയില്ലേ? ഉണ്ട്, പൈസ ഉണ്ട്. അവിടെ ചെന്ന് 10 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞ് നോക്കിയെടുത്ത് 1.5 ലക്ഷം, 1 ലക്ഷത്തിൽ മിച്ചം പൈസ ഉണ്ട് അവിടെ. പറമ്പിലുണ്ടാക്കിയ കിണറിൽ നിന്നും കുടിവെള്ളം പോലും നൽകാതെ ഭീഷണിപ്പെടുത്തുകയാണെന്നും മിക്കവാറും മർദ്ദിക്കാറുണ്ടെന്നും ഓമന പറഞ്ഞു. ഭർത്താവ് ഉപേക്ഷിച്ച മഞ്ജു അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത്. 2ാം കെട്ടുകാരനെ കൊണ്ടാണ് രാജീവ് വിവാഹം കഴിപ്പിച്ചതെന്നും വിദേശത്തായിരുന്ന ഭർത്താവ് ഭാര്യയുമായി വന്നപ്പോഴാണ് അദ്ദേഹം മുമ്പ് വിവാഹം കഴിച്ചത് അറിഞ്ഞതെന്നുമാണ് മഞ്ജു പറയുന്നത്. രാജീവിന് വിദേശത്ത് ജോലിക്ക് പോകാനായി മഞ്ജുവിന്റെ 15 പവൻ സ്വർണം വാങ്ങി പണയം വെച്ചുവെന്നും പിന്നീട് ഇതേപ്പറ്റി ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുകയാണെന്നുമാണ് സഹോദരി മഞ്ജുവിന്റെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് രാജീവിന്റെ വീടിന്റെ 2 ജനൽ ചില്ലുകൾ തകർത്തതിന് തനിക്കെതിരെ മുഴുവൻ ജനലിന്റെയും ചില്ലുകൾ തകർത്തതായി പോലീസ് കേസ് നൽകിയിട്ടുണ്ടെന്നും അമ്മയെ മർദ്ദിച്ചതിനെ തുടർന്ന് സ്വയരക്ഷയ്ക്കായി ഞാൻ സഹോദരനെതിരെ വാക്കത്തിയെടുത്തുവെന്നും അത് മൊബൈലിൽ പകർത്തി തനിക്കെതിരെ കേസ് നൽകിയെന്നും പോലീസ് രാജീവിന്റെ പക്ഷം ചേർന്ന് നിരന്തരമായി തങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്നുമാണ് ഇവർ പറയുന്നത്. അതങ്ങനെയാ കള്ളത്തരം ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇന്നിതിന് ഞാനിവിടെ വന്നത്. നാടറിയണം. കാരണം നാട്ടുകാർ മൊത്തം എന്നെ വെറുത്തു. ഞാൻ പൈസ എടുത്തുന്നത്, ഞാൻ തോട്ടത്തിൽ വേലയ്ക്ക് വെക്കൊണ്ടിരുന്ന കമ്പൗണ്ട് സാറിൻ്റെ മകൻ്റെ തോട്ടത്തിലാണ്, അജയൻ ചേട്ടൻ്റെ, ശാന്തമ്പാറയുള്ള ആ ചേട്ടൻ വരെ ഞാൻ കള്ളത്തരം പറഞ്ഞെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര തീരാത്ത ബുദ്ധിമുട്ടായി പോയത്. അവരെല്ലാം ഈ പൈസ ഇടും, ഈ രേഖകൾ കാണിച്ചു കൊടുക്കും, ഇത്ര രൂപ ഞാൻ അമ്മയ്ക്ക് ഇട്ടുവെന്ന്. എനിക്ക് പൈസ വരുന്നില്ല, എനിക്കറിയില്ല ഈ പൈസ എവിടെയാന്നുള്ളത്. എൻ്റെ സ്വന്തം മകനാണോ? ആണെങ്കിൽ അത് അങ്ങനെ ചെയ്യുമോ എന്നോട്? പോലീസിലടക്കം പല സ്ഥലങ്ങളിലും പരാതി നൽകിയെങ്കിലും നീതി ലഭിച്ചില്ലെന്നാണ് ഇവർ പറയുന്നത്. രാജീവും ഭാര്യയും മൂലം ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ തങ്ങൾ വല്ല കടുങ്കയും ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.